ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റവും ഉയർന്ന സിനിമാ മേഖലയിലെ പുരസ്കാരമാണ്. ഇന്ത്യ ഗവൺമെന്റ് നൽകുന്നതാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. പുന്നമടക്കായലിൽ ജലരാജനായി കാരിച്ചാൽ ചുണ്ടൻ. ഈ വർഷം നടന്ന പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി പുരസ്കാരം ലഭിച്ചത് കാരിച്ചാൽ ചുണ്ടന. തുടർച്ചയായി 5 വർഷം കിരീടം നേടുന്ന ആദ്യ ക്ലബ്ബാണ് പള്ളാതുരുത്തി. പള്ളാതുരുത്തി ഈ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിച്ചാൽ ചുണ്ടന് ഈ ഒരു കിരീടം ലഭിച്ചു. അപ്പൊ പള്ളാതുരുത്തിക്ക് ഇപ്പോൾ തുടർച്ചയായിട്ട് 5 വർഷമായി കിരീടം ലഭിക്കുന്നു. വീയപുരത്തെ മറികടന്നാണ് കാരിച്ചാല് വിജയിച്ചത്. കാരിച്ചാലും വീയപുരവും നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ രണ്ടുപേരും ഒരുപോലെ എന്നാണ് നമുക്ക് തോന്നുന്നത്. അത്ര അടുപ്പിച്ചായിരുന്നു. അപ്പോ ഫസ്റ്റ് കാരിച്ചാല്, സെക്കൻഡ് വീയപുരം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഈ പുന്നമട കായൽ നമ്മുടെ കുട്ടനാടിൽ തന്നെയാണ്, ആലപ്പുഴ ജില്ലയിലാണ്. നമ്മുടെ വേമ്പനാട് കായലിനെ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമട കായൽ എന്ന്. അന്ന് കരുതി ഓപ്ഷനില്ല, പുന്നമട കായലും നമ്മുടെ വേമ്പനാട് കായലും ഉണ്ടെങ്കിലും നമ്മൾ പുന്നമട കായൽ എന്നാണ് എഴുതുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്ന വള്ളംകളിയാണ്. അതിന്റെ വിജയി കാരിച്ചാൽ ചുണ്ടൻ, റണ്ണറപ്പ് വീയപുരം. ഇനി അടുത്ത ചോദ്യം, ISRO സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം വന്നു. ഇത് കണ്ണൂരിലാണ്. അപ്പൊ ISROയുടെ സഹായത്തോടെ ഒരു സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം, ഇത് കെൽട്രോണിന്റെ സഹകരണത്തോടു കൂടിയാണ്, കണ്ണൂരിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രമാണ്. ഇനി പഠിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവികൾ 6 ഭാഷകൾക്കാണ് ഉള്ളത്. ഏതൊക്കെ ഭാഷകളാണ്? തമിഴിനുണ്ട്, സംസ്കൃതത്തിനുണ്ട്, തെലുങ്കിനുണ്ട്, കന്നഡയ്ക്കുണ്ട്, നമ്മുടെ മലയാളത്തിനുണ്ട്, ഒഡിയയ്ക്കുണ്ട്. ഇങ്ങനെ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ളത്. ആദ്യം ലഭിച്ച ഭാഷയാണ് തമിഴ്. 2004 തമിഴ് ഒരു ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത്. 1500 വർഷത്തോളം പഴക്കം വേണം, ധാരാളം സാഹിത്യ രൂപങ്ങൾ വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കൂ ശ്രേഷ്ഠ ഭാഷാ പദവി. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013. 6ാമത്തെ ഭാഷയായിരുന്നു ഒഡിയ. ഇപ്പൊ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഇപ്പൊ എത്ര ഭാഷകളായി? ടോട്ടല് 11 ഭാഷകളായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷാ പദവി 11. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് ഇവയാണ് അവ. അപ്പോൾ ടോട്ടൽ ഇപ്പോ 11 ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. മറാഠി, പാലി, ബംഗാളി, അസമീസ്, പ്രാകൃത്. അപ്പോൾ 11 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഇത്രയും ഓർക്കുക. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി പോളിസി റിപ്പോ റേറ്റ് നോക്കിയപ്പോൾ ഇപ്പൊ 6.5 ആയിട്ടാണ് ഇവർ ഫിക്സ് ചെയ്തത്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ഉണ്ട്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ മറ്റ് ബാങ്കുകൾക്ക്, SBI, കാനറ തുടങ്ങിയ വാണിജ്യ ബാങ്കുകൾക്ക് കടം വാങ്ങിക്കാം. കടം വാങ്ങിക്കുമ്പോൾ ഇവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു പലിശ കൊടുക്കണം. അതാണ് റിപ്പോ റേറ്റ്. ഇതാണ് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത് 6.5. എപ്പോഴും നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത് നോക്കണം. റിവേഴ്സ് റിപ്പോ റേറ്റ് എത്ര, റിപ്പോ റേറ്റ് എത്ര. ഇത് 6.5 ഇപ്പോൾ. അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ്. 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡാണ്. 37ന്റെ വിജയികൾ ഗോവയിലായിരുന്നു നടന്നത്, മഹാരാഷ്ട്രയാണ്. അപ്പൊ ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡ്, 37ന്റെ വിജയികൾ മഹാരാഷ്ട്ര.
ഗോവയിലാണ് 37 നടന്നത്. 38 ഉത്തരാഖണ്ഡ്. ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ്. ലോക സർവകലാശാല റാങ്കിംഗ്. ഓക്സ്ഫോർഡ് സർവകലാശാല ഒന്നാമതെത്തി. ലോക സർവകലാശാല റാങ്കിങ്ങിൽ ഓക്സ്ഫോർഡ് സർവകലാശാല ഒന്നാമതെത്തി. ഇന്ത്യയില് IISc ബാംഗ്ലൂരാണ് മുന്നിൽ. ലോകത്ത് ഓക്സ്ഫോർഡ് ഒന്നാമത്, ഇന്ത്യയില് മുന്നിൽ IISc ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, 2024 21ാമത് ആസിയൻ ഉച്ചകോടി വേദി വിയന്റിയൻ എന്ന സ്ഥലത്താണ്, ലാവോസിലാണ്. അപ്പോ ആസിയാന്റെ ഉച്ചകോടി വിയന്റിയൻ, ലാവോസിലാണ് ആസിയാൻ ഉച്ചകോടി. 2024 21ാമത് ആസിയാൻ ആണ്. എവിടെയാണ് വേദി? ലാവോസ്, വിയന്റിയൻ എന്ന സ്ഥലം. ഇനി അടുത്തത് ഒരു നേത്രരോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ്. ഇതൊരു ബാക്ടീരിയ. ഇത് കാരണം ഒരു ഗുരുതരമായിട്ടുള്ളൊരു ട്രക്കോമ ഉണ്ടാകുന്നു. രോഗബാധിതനായ വ്യക്തിയുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ ഉള്ള സ്രവങ്ങളിൽ നിന്നും സ്രവങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന വിരലുകളിൽ നിന്നും ഈച്ചകളിൽ നിന്നും ഒക്കെ അണുബാധ മറ്റൊരാളിലേക്ക് പകരും. കണ്ണിനുണ്ടാകുന്ന ഒരു രോഗമാണ്, ട്രക്കോമയാണിത്. ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു നേത്രരോഗമാണ്, ക്ലമീഡിയ ട്രാക്കോമാറ്റിസ്. ഇനി അടുത്ത ചോദ്യമാണ്, ആഗോള പട്ടിണി സൂചിക ഇന്ത്യ എത്രാം സ്ഥാനം? 105ാം സ്ഥാനത്താണ് ആഗോള പട്ടിണി സൂചികയിൽ. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 105. ഇനി 2024 ആഗോള പട്ടിണി സൂചികയില് ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് ഈ അയൽ രാജ്യങ്ങൾക്കും പിന്നിലാണ് ഇന്ത്യ. ശ്രീലങ്കയൊക്കെ 56ലാണ്. നമ്മൾ വളരെ പിന്നിലാണ്, നമ്മളൊരു പട്ടിണി രാജ്യമായി മാറുന്നു. ഇനി മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ്. ദേശീയതലത്തിൽ 1ാം സ്ഥാനം കേരളത്തിൽ ആദ്യമായിട്ടൊരു ഗ്രാമപഞ്ചായത്തിന് കിട്ടി. അതാണ് പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയ്ക്കാണ് മികച്ച പഞ്ചായത്തിന് ദേശീയതലത്തിൽ 5ാമത് ദേശീയ ജലശക്തി അവാർഡ്. ദേശീയതലത്തിൽ 1ാം സ്ഥാനവും കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ. ആൻസർ പുല്ലമ്പാറ, തിരുവനന്തപുരം ജില്ല. ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? ആൻസർ റബാത്ത്. ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? റബാത്ത്. ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. തലസ്ഥാന നഗരമാണ് റബാത്ത്. ആഫ്രിക്കൻ രാജ്യം മൊറോക്കോയുടെ തലസ്ഥാന നഗരമാണ് റബാത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചു. ലോക പുസ്തക തലസ്ഥാനമായി റബാത്ത്, ആഫ്രിക്കൻ രാജ്യം മൊറോക്കോയുടെ തലസ്ഥാനമാണ്. റബാത്തിനെയാണ് ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത്. ഇനി മറ്റൊരു കാര്യം, 54ാം പബ്ലിഷിംഗ് സ്ഥാപനങ്ങളുള്ള ബറാത്ത് റബാത്താണ്. ആഫ്രിക്കയുടെ ഏറ്റവും വലിയ 3ാമത്തെ പുസ്തകമേളയാകുന്ന നഗരം കൂടിയാണ്. അപ്പൊ ഈ റബാത്ത്, ഇതിനു മുമ്പ് ആഫ്രിക്ക 2 വട്ടം വേദിയായിട്ടുണ്ട്. 3ാമത്തെ നഗരമാണ് റബാത്ത്. 2025 പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ ആണ്. 2024 സ്ട്രാസ്ബർഗ് ആണ്. 2024 സ്ട്രാസ്ബർഗ് ആണ്. 2025 റിയോ ഡി ജനീറോ ആണ്. 2026 റബാത്ത് ആണ്. റബാത്ത്, ആഫ്രിക്ക. അപ്പൊ വായനയെ പരിപോഷിപ്പിക്കുക, ദേശീയമായ അന്തർദേശീയമായി പരിപാടികൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇങ്ങനൊരു പുസ്തക തലസ്ഥാനമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. യുനെസ്കോ ആണ് ഇത് 2001 മുതൽ പുസ്തക തലസ്ഥാനമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. 26ാമത്തെ നഗരം കൂടിയാണ് റബാത്ത്. ഇങ്ങനെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുന്ന 26ാമത്തെ നഗരമാണ് റബാത്ത്. 24 എവിടാ? സ്ട്രാസ്ബർഗ്. 25 റിയോ ഡി ജനീറോ. 26 റബാത്ത്. ഇനി നമ്മുടെ നിലവിലെ ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ ആരാണ്? വിജയ കിഷോർ രഹത്കർ. മഹാരാഷ്ട്രയുടെ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയാണ് വിജയ കിഷോർ രഹത്കർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് കുട്ടികളെയും കൗമാരക്കാരെയും മുതിർന്നവരെയും സ്വയം മോചിപ്പിക്കാൻ സഹായിക്കുന്ന പരിപാടിയാണ് ഈ മോചൻ ക്ലിനിക്. അപ്പോ കുട്ടികൾക്കാണെങ്കിലും കൗമാരക്കാർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇന്റർനെറ്റ് ആസക്തി ഉണ്ട്. ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഈ മോചൻ ക്ലിനിക്. ഈജിപ്ത് മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു നമ്മുടെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന.
44 രാജ്യങ്ങൾ ഇപ്പോൾ ആഗോളതലത്തിൽ മലേറിയ മുക്തമാണ്. 6 ലക്ഷത്തിലേറെ പേരാണ് പ്രതിവർഷം ഓരോ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്നത് മലേറിയ ബാധിച്ച്. കൊതുക്, അനോഫിലസ് കൊതുകുകൾ മലേറിയ പരത്തുന്നു. 95% ഈ മലേറിയ കാരണം മരിക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അടുത്തത്, ഇന്ത്യയുടെ 4ാമത്തെ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വന്നു. S4 അക്ക INS അരിധാമാൻ, ഇങ്ങനെയാണ് ഇതിന്റെ പേര്. കണ്ടോ, S4 INS അരിധാമാൻ. ഔദ്യോഗിക പിന്നീടാണ് പ്രഖ്യാപിക്കുന്നത്. അരിധാമാൻ. അപ്പൊ നമുക്ക് 4 ആണവ അന്തർവാഹിനി പ്രോഗ്രാംസ് ഉണ്ട്. ആണവശക്തി, ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ആദ്യത്തെ S1 ആണ്, INS ഫീൽഡ്. രണ്ടാമത്തെ INS അരിഹന്ത് ആണ്, INS അരിഘട്ട്. ഇപ്പൊ INS അരിധാമാൻ. അപ്പൊ INS ഫീൽഡ്, അരിഹന്ത്, അരിഘട്ട്, അരിധാമാൻ, ഇത്രയും ഓർത്തു വെക്കുക. ഇനി സ്ഥിരമായി PSC കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കൈരളി. കേരളം സ്വന്തമായി ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസറിനെ ഉണ്ടാക്കി. അതിന്റെ പേര് കൈരളി എന്നാണ്. കേരളം സ്വന്തമായി വികസിപ്പിച്ച ഒരു AI പ്രോസസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് നിർമ്മിച്ചത്. കൃഷിയിടങ്ങളിൽ കൈരളി ചിപ്പ് സ്ഥാപിച്ച് വിത്തുകൾക്ക് വേണ്ട വെള്ളം, വളം കൃത്യമായ അളവിൽ യന്ത്ര സഹായത്തോടെ വിതരണം ചെയ്യും. യന്ത്രത്തിന്റെ സഹായത്തോടെ കൃത്യമായിട്ട് വളവും വിത്തുകൾക്ക് എത്ര വെള്ളം വേണം അതൊക്കെ കൊടുക്കും. എഡ്ജ് AI സംവിധാനം ഉപയോഗിച്ച് പ്രോസസ്സർ പ്രവർത്തിക്കും. കേരളത്തിൽ ഡിസൈൻ ചെയ്ത അമേരിക്കയിലാണ് ചിപ്പ് നിർമ്മിച്ചത്. ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലാണ് ഈ ചിപ്പ് വികസിപ്പിച്ചത്. ഇനി 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്നവർക്കും സൗജന്യമായിട്ട് ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ വയോവന്ദന കാർഡ്. പ്രധാനമന്ത്രി മോദിജി പുറത്തിറക്കിയതാണ്. നമ്മുടെ പ്രായമുള്ളവർക്കുള്ള ഒരു സുരക്ഷിത പദ്ധതിയാണ് സൗജന്യ ആരോഗ്യ പരിരക്ഷ പദ്ധതി. മികച്ച ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. ഹോമിയോപ്പതിക്കാണ് മികച്ച ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത്. ഏത് വകുപ്പിനാണ്? ഹോമിയോപ്പതിക്ക്. സംസ്ഥാനത്ത് ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി ഏതാണ്? ഡിജിറ്റൽ ബുക്ക് പദ്ധതി MVR പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂൾ ബുക്ക് പദ്ധതി. 2024 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ആണ്. പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവും. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവും. അപ്പൊ വളരെ വേഗം ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യാം. ദാദാസാഹിബ് ഫാൽക്കെ കിട്ടി, മിഥുൻ ചക്രബർത്തി. നമ്മുടെ പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. ഇനി സൂപ്പർ കപ്പാസിറ്റർ അല്ലെ, കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സ് കണ്ണൂരിലാണ്. ഭാഷകൾ, ശ്രേഷ്ഠ ഭാഷാ പദവി 11 എണ്ണം. തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ. ഇത് കൂടാണ്ട് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. മറാഠി ഉണ്ട്, പാലി ഉണ്ട്, പ്രാകൃത് ഉണ്ട്, ബംഗാളി ഉണ്ട്, അസമീസ് ഉണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ഓർത്തു വെക്കണം. മറാഠി ഉണ്ട് അല്ലെ, അതുപോലെയോ പിന്നെ ആരുണ്ട്? മാപ്പ് എന്നൊക്കെ ഓർത്തു വെക്കാം. മാപ്പ്, മറാഠി, അസമീസ്, പ്രാകൃത് ഉണ്ട്, പിന്നെ തന്നെ പി വെച്ചിട്ട് പാലി ഉണ്ട്, പാലി, മാപ്പ്, പാലി, പിന്നെ ബംഗാളി ഉണ്ട്. ഇപ്പൊ ബംഗാളിക്ക് പാല് കൊടുത്തില്ലെങ്കിൽ മാപ്പ് പറയണം എന്നൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ബംഗാളിക്ക് പാല് കൊടുത്തില്ലെങ്കിൽ മാപ്പ് പറയണം. അപ്പൊ ബംഗാളി, ബംഗാളി, പാല്, പാലി, പിന്നെ MAP അത് മറാഠി, പ്രാകൃത്, അതുപോലെ തന്നെ അസമീസ്. ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 6.5 റിപ്പോ റേറ്റ്. 38ാമത് ഏഷ്യൻ ഗെയിംസ് ഉത്തരാഖണ്ഡാണ്. 37 ഗോവയിലാണ്. വിജയികൾ 37ന്റെ ഓർത്ത് വെക്കണം, മഹാരാഷ്ട്ര. ഓക്സ്ഫോർഡ് ആണ് ഇപ്പോൾ 1ാമത്. ഇന്ത്യയിലെ IISc ബാംഗ്ലൂർ. ഇനി ആസിയൻ ഉച്ചകോടി വിയന്റിയൻ ലാവോസ്. പിന്നെ ട്രാക്കോമ രോഗം, അത് കണ്ണിലെ ആണെന്ന് ഓർക്കുക. ആഗോള പട്ടിക സൂചിക ഇന്ത്യ 105 ആണ്. ദേശീയ ജലശക്തി അവാർഡ് മികച്ച പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. റബാത്ത് ആണ് പുസ്തക തലസ്ഥാനം. 25 ഏതാണ്? സ്ട്രാസ്ബർഗ്. 24 സ്ട്രാസ്ബർഗ്, 25 റിയോ ഡി ജനീറോ. പുസ്തക തലസ്ഥാനം യുനെസ്കോ തിരഞ്ഞെടുക്കും. ദേശീയ വനിതാ കമ്മീഷൻ വിജയകിഷോർ രഹത്കർ മോചൻ ക്ലിനിക്ക് കണ്ടു. ഈജിപ്റ്റ് മലേറിയ മുക്തമായി. പിന്നെ നമ്മൾ ആണവശക്തി INS ഫീൽഡ്, അരിഹന്ത്, അരിഘട്ട്, അരിധാമാൻ. കേരളത്തിന്റെ AI പ്രോസസർ ഏതാണ്? കൈരളി. 70 വയസ്സിന് മുകളിൽ വയോവന്ദന കാർഡ് പ്രധാനമന്ത്രി കൊടുക്കുന്നു. ഭരണഭാഷ പുരസ്കാരം കിട്ടിയത്
ഹോമിയോ വകുപ്പിനാണ്, പത്തനംതിട്ട ജില്ലയ്ക്കാണ്. ആദ്യ ഡിജിറ്റൽ ഇ ബുക്ക് എം.വി.ആർ. പാപ്പനശ്ശേരി. ഫെബ്രുവരി 2 മനുഷ്യക്ഷേമം, തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. നീതി ആയോഗിന്റെ സൂചിക. കേരളം വീണ്ടും നമ്പർ 1. ഇതിപ്പോ പലതവണയായിട്ട് എക്സാമിന് ചോദിച്ചു. കേരളം 1-ാം സ്ഥാനത്താണ്. കേരളത്തോടൊപ്പം തന്നെ 1-ാം സ്ഥാനത്താണ് ഉത്തരാഖണ്ഡ്. അപ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന SDG എന്നും ചോദിക്കും കേട്ടോ. SDG എന്നൊക്കെ ചോദിക്കും. അപ്പൊ സുസ്ഥിര വികസനമാണ്. ഇതിനകത്ത് 1-ാം സ്ഥാനം കേരളത്തിനും ഉണ്ട്, കേരളത്തിനോടൊപ്പം ഉത്തരാഖണ്ഡിനും ഉണ്ട്. ബീഹാർ ആണ് ഏറ്റവും പിന്നില്. അപ്പോ പിന്നെ വരുന്നത് ആരാണ്? തമിഴ്നാട്, ഗോവ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ കേരളമാണ് 1-ാമത്, കേരളത്തോടൊപ്പം ഉത്തരാഖണ്ഡ്, ഏറ്റവും പിന്നിൽ ബീഹാർ, പിന്നെ വരുന്നത് തമിഴ്നാട്, ഗോവയൊക്കെയാണ്. ഇനി സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത്. സാമൂഹികമായ രീതി നോക്കും, സാമ്പത്തിക രീതി നോക്കും, പാരിസ്ഥിതിക മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ് 1-ാം സ്ഥാനം നൽകുന്നത്. CEO ആരാണ്? നീതി ആയോഗിന്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ്? നരേന്ദ്രമോദി. ആരാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ? കെ ബെറിയാണ്. സുമൻ കെ ബെറിയാണ് വൈസ് ചെയർമാൻ. ചെയർമാനാണ് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു? NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയാണ് 2024 പുരസ്കാരമാണ് NS മാധവന് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ: ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയാനക്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2004 ലഭിച്ചതാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയാനക്. മറ്റൊരു നോവലാണ് പഞ്ചഗ്രാമം, അപകട മരണങ്ങളൊക്കെ. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരുടെ മറ്റു കൃതികൾ ചോദിക്കുന്നത് PSCയുടെ ഒരു ട്രെൻഡാണ്. ലിറ്റനീസ് ഓഫ് ഡച്ച് ബാറ്ററി, ദി കറപ്റ്റ് ട്രീയും മറ്റു കഥകളും, തിരുത്ത്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. കഥാസമാഹാരം ഹിഗ്വിറ്റ് ഓർത്തു വെക്കുക. ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, പര്യായ കഥകൾ, പഞ്ചകന്യ കഥകൾ, ഭീമച്ചൻ, കഥയിലേത് ജീവിതം, NS മാധവൻ പ്രബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കൃതികളും ഇദ്ദേഹത്തിൻ്റെതുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. NS മാധവൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കറണ്ട് അഫയേഴ്സ് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. വേണമെങ്കിൽ ഇത് മാത്രമൊക്കെ ഒരു കൊച്ചു ക്ലാസ് ആയിട്ട് വെക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാര്യം ഇപ്പോൾ എക്സാം ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. പ്രിലിംസിന്റെ ഒക്കെ എക്സാംസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് വളരെ വേഗം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു? NS മാധവനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ പഠിച്ചേ പറ്റൂ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ലണ്ടൻ ബത്തേരി ലുത്തിനിയകൾ. നോവലുണ്ട് പഞ്ചഗ്രാമം, അപകട മരണം. അപ്പൊ ഗ്രാമത്തില് ഒരു അപകട മരണം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഓർത്തു വെക്കാമല്ലോ. ചെറുകഥ ലിറ്റനീസ് ഓഫ് ഡച്ച് ബാറ്ററി, ദി കറപ്റ്റ് ട്രീയും മറ്റു കഥകളും, തിരുത്ത്. അപ്പോൾ ഒരു ഡച്ച് ബാറ്ററി കിട്ടി. ഈ ഡച്ച് ബാറ്ററി കിട്ടിയപ്പം അതിനകത്തൊരു കറപ്ഷൻ ഉണ്ടായിരുന്നു. കറപ്ഷൻ എന്ന് വെച്ചാൽ തിരുത്തല്ലേ, തിരുത്തി കറപ്ഷൻ അങ്ങ് തിരുത്തി. ഡച്ച് ബാറ്ററി, കറപ്ഷൻ, തിരുത്തി. കഥാസമാഹാരം ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, പര്യായ കഥ, പഞ്ചകന്യകൾ, ഭീമച്ചൻ, ഹിഗ്വിറ്റ ഓർക്കുക. കഥയിലെ ജീവിതം, NS മാധവൻ പ്രബന്ധങ്ങൾ. ഇത്രയാണ് പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, 2004 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അത് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയനികൾ എന്ന കൃതിക്കാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മളെ പുസ്തകം റബാത്ത് കണ്ടു, പിന്നെ 2024 സ്ട്രാസ്ബർഗും 2025 റിയോ ഡി ജനീറോയും കണ്ടു. വിജയ് കിഷോർ രഹത്കറിനെ കണ്ടു. ഈജിപ്റ്റ് മലേറിയ മുക്തം ഇതൊക്കെ കണ്ടു. കൈരളി AI പ്രോസസർ കണ്ടു. മികച്ച ഭരണഭാഷ പുരസ്കാരം പത്തനംതിട്ട. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, അതായത് തണ്ണീർത്തടങ്ങൾ, മനുഷ്യ ക്ഷേമം. നീതി ആയോഗ് കേരളം 1-ാമതാണ്. 1-ാമത് തന്നെയാണ് ഉത്തരാഖണ്ഡ്. പിറകിൽ ബീഹാർ, തമിഴ്നാട്, ഗോവ സ്ഥാനങ്ങൾ ഓർക്കുക. BVR സുബ്രഹ്മണ്യം, നരേന്ദ്രമോദി, സുമൻ കെ ബെറിയെ ഓർക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.